ക്രിസ്മസ് ന്യൂ ഇയർ കടന്നുവരവോടുകൂടി കൊച്ചിയിലേക്ക് നിരവധി വിദേശികളാണ് എത്തുന്നത്. ഫോർട്ട് കൊച്ചിയിലെ പല ഹോം സ്റ്റേകളിലും ഹോട്ടലുകളിലുമൊക്കെ വൻ ബുക്കിംഗ് ആണ് നടക്കുന്നത്. കൊച്ചിൻ കാർണിവൽ കൂടി ആരംഭിക്കുന്നതോടെ കൊച്ചി പൂർണ്ണമായും ആഘോഷങ്ങളിലേക്ക് കടക്കും. ക്രിസ്മസും ന്യൂ ഇയറും എത്തുന്നതോടെ കൊച്ചി ഇപ്പോൾ ആഘോഷങ്ങളുടെ വൈബിലാണ്. പുതുവർഷാഘോഷത്തിനായി കൊച്ചിയിലേക്ക് കൂടുതൽ വിദേശ സഞ്ചാരികളും എത്തിത്തുടങ്ങി. UK, സ്പെയിൻ, അമേരിക്ക, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ വിദേശികൾ എത്തുന്നത്. ഇന്ത്യയിലെ തന്നെ മികച്ച ന്യൂ ഇയർ ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായാണ് വിദേശികൾ കൊച്ചിയെ തിരഞ്ഞെടുക്കുന്നത്. I'm from Miami, USA. I'm here for 3 weeks. And I love it. I have been shopping, a lot of Ayurveda, but it's really nice. The people are super nice. The weather is amazing. It's everywhere else it's snowing, and here it's super sunny. Kochi's amazing. There's a lot to do here. A lot of shopping, and the food here is amazing. Yeah, and everybody's super nice. God's own country, Kerala. I love it. It's absolutely magical and beautiful. The people, the energy, the food, the spirituality. Thank you so much for having us as your tourists. I will have a lot of memories to take back home. ഫെസ്റ്റിവൽ സീസൺ എത്തുന്നതോടെ വ്യാപാരികളും ഹോം സ്റ്റേ ഉടമകളും വലിയ പ്രതീക്ഷയിലാണ്. 25-ാം തീയതിക്ക് ശേഷമാണ് ശരിക്കും ക്രൗഡ് വന്നത്. 25-ാം തീയതിക്ക് ശേഷമായിട്ടൊക്കെയാണ് ഒരുപാട് ഫങ്ഷൻസ് ഒക്കെ നടക്കുന്നത്. അത് 31 ജാനുവരി 1 കാർണിവലോടുകൂടി അത് തീരും. അപ്പോൾ ആ സമയങ്ങളിലൊക്കെയാണ് കൂടുതൽ വന്നത്. പ്രതീക്ഷയുണ്ട്, തീർച്ചയായിട്ടും പ്രതീക്ഷയിലാണല്ലോ നമ്മളിവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനത്തെ ഒരു പ്രതീക്ഷ ഉണ്ട്. പക്ഷേ കൂടുതലും ടൂറിസ്റ്റ് അല്ല, കൂടുതലും ഡൊമസ്റ്റിക് ടൂറിസ്റ്റ് ഉണ്ടല്ലോ, ഇന്ത്യൻ ടൂറിസ്റ്റ് ആണ് കൂടുതലും ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ. കഴിഞ്ഞ വർഷം 5 ലക്ഷത്തിലധികം ആളുകൾ പുതുവർഷം ആഘോഷിക്കാൻ ഫോർട്ട് കൊച്ചിയിലെത്തിയെങ്കിലും വിദേശികൾ വളരെ കുറവായിരുന്നു. എന്നാൽ ഇത്തവണ കൂടുതൽ പേർ എത്തുമെന്നാണ് പ്രതീക്ഷ. കൊച്ചിൻ കാർണിവൽ കൂടി ആരംഭിക്കുന്നതോടെ ആഘോഷങ്ങൾ കൂടുതൽ കളറാകും. അർച്ചന വിനോദ്, അമൃത ന്യൂസ്, കൊച്ചി. ദുബായ് ഗ്ലോബൽ വില്ലേജിലേക്ക് സന്ദർശക പ്രവാഹം തുടരുകയാണ്. ക്രിസ്മസിനെയും പുതുവത്സരത്തെയും വരവേൽക്കുവാനുള്ള ഒരുക്കങ്ങൾ ആഗോള ഗ്രാമത്തിൽ പൂർത്തിയായി കഴിഞ്ഞു. പടുകൂറ്റൻ ക്രിസ്മസ് ട്രീയാണ് ഇത്തവണത്തെ പ്രധാന ആകർഷണം. പ്രവൃത്തി ദിനങ്ങളിൽ ഉൾപ്പെടെ സന്ദർശകരുടെ തിരക്കാണ് ദുബായ് ഗ്ലോബൽ വില്ലേജിൽ. രാവേറെ ചെല്ലുവോളം പവലിയനുകൾ കയറിയിറങ്ങി ഭക്ഷണ വൈവിധ്യം ആസ്വദിച്ച് നടക്കുന്നവരെ ആഗോള ഗ്രാമത്തിൽ കാണാം. തണുപ്പിന്റെ കാഠിന്യം വർദ്ധിച്ചിട്ടില്ലെങ്കിലും ക്രിസ്മസും നവവത്സരവും അടുത്തെത്തിയതിന്റെ ഒരുക്കങ്ങൾ സജീവമാണ് ഇവിടെ. 21 മീറ്റർ ഉയരമുള്ള ക്രിസ്മസ് ട്രീയാണ് ഗ്ലോബൽ വില്ലേജിൽ ഒരുക്കിയിരിക്കുന്നത്. സമ്മാനങ്ങൾ നിറഞ്ഞ വർണ്ണവിളക്കുകൾ പ്രകാശം ചൊരിയുന്ന പടുകൂറ്റൻ ക്രിസ്മസ് ട്രീ. ഗ്ലോബൽ വില്ലേജിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ ക്രിസ്മസിനെയും നവവത്സരത്തെയും വരവേൽക്കുന്നതിന്റെ ഭാഗമായുള്ള ക്രിസ്മസ് ട്രീ സന്ദർശകർക്ക് മുന്നിൽ അനാവരണം ചെയ്തു. വെള്ളിത്താടിയും മുടിയുമായി ചുവന്ന വസ്ത്രം ധരിച്ച് നൃത്തക്കാർക്കൊപ്പം എത്തിയ സാന്റായാണ് ക്രിസ്മസ് ട്രീയിൽ വിളക്കുകൾ തെളിയിച്ചത്. ആട്ടവും പാട്ടും മേളവുമായി സന്ദർശകർക്കൊപ്പം സാന്റായും കൂട്ടുകാരും ഏറെ സമയം ചിലവഴിച്ചു. ഗ്ലോബൽ വില്ലേജിലെ UAE പവലിയന് സമീപമാണ് ക്രിസ്മസ് ട്രീ ഒരുക്കിയിരിക്കുന്നത്. ഓരോ അരമണിക്കൂറിലും പാട്ടും നൃത്തവും മേളവുമായി സാന്റായും കൂട്ടരും ക്രിസ്മസ് ട്രീ കരികെയെത്തും. എല്ലാ ദിവസവും വൈകിട്ട് 4 മണി മുതലാണ് ഗ്ലോബൽ വില്ലേജ് തുറക്കുന്നത്. ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്, ദുബായ്.